കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. 30 കോടിയുടെ എസ്റ്റിമേറ്റാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. RDF പ്ലാന്റിൽ പെല്ലറ്റ് കട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ട്രയൽ റണ്ണും തുടങ്ങിക്കഴിഞ്ഞു. ബ്രഹ്മപുരം പ്ലാന്റിന്റെ നടത്തിപ്പുകാരായ സിഎൽഡി തന്നെയാണ് രണ്ടാം ഘട്ട നവീകരണത്തിനുള്ള വിശദ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. പ്ലാന്റിലെ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികൾ ഇവയാണ്: പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കുക, വേസ്റ്റ് സംസ്കരണത്തിനുള്ള സംവിധാനമൊരുക്കുക, ആധുനിക അറവുശാല സ്ഥാപിക്കുക, ഏറ്റെടുത്ത 105 ഏക്കർ സ്ഥലവും ഗ്രീൻ ബെൽറ്റാക്കി മാറ്റുക തുടങ്ങി കടമ്പ്രയാറിലൂടെയുള്ള മാലിന്യ നീക്കത്തിന് ജങ്കാർ സർവീസ് ഏർപ്പെടുത്താൻ വരെ ആലോചനയുണ്ട്. പെല്ലറ്റ് കട്ടകൾ നിർമ്മിക്കുന്നതിനുള്ള ട്രയൽ റണ്ണും തുടങ്ങിക്കഴിഞ്ഞു. തൃക്കാക്കരയിലെ മാലിന്യങ്ങൾ കൂടി ഇനി മുതൽ ബ്രഹ്മപുരം പ്ലാന്റിൽ സംസ്കരിക്കും. ഇനിയും നമ്മുടെ അർബൻ എഗ്ലോമറേഷനിൽ പെട്ടിട്ടുള്ള മറ്റു പഞ്ചായത്തുകൾക്ക് കൂടി അവരാവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം നൽകുന്നതാണ്. മാലിന്യ നീക്കം കാര്യക്ഷമമാക്കാൻ കൂടുതൽ വാഹനങ്ങൾ വാങ്ങാനും നഗരസഭയ്ക്ക് ആലോചനയുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 30 കോടിയുടെ എസ്റ്റിമേറ്റാണ് സിഎൽഡി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനുള്ള ഫണ്ട് ജനറത്തിൽ നിന്നാകും ലഭ്യമാക്കുക. ആധുനിക സംവിധാനങ്ങൾ കൂടി എത്തുന്നതോടെ സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യത്തിലെത്താനാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. മനോരമ ന്യൂസ്